പാരീസിലെ ദ ഗ്രെവിൻ വാക്സ് വർക്ക് മ്യൂസിയത്തിലേക്കാണ് ഇപ്പോൾ ലോക ശ്രദ്ധ. 1997 മൺമറഞ്ഞ ഡയാന രാജകുമാരിയുടെ മെഴുകു പ്രതിമയാണ് ഈ മ്യൂസിയത്തിലെ പ്രധാന ആകർഷണം. ജീവിതത്തിൽ രക്തച്ചൊരിച്ചിലില്ലാത്ത അനേകായിരം യുദ്ധങ്ങൾ താണ്ടിയ ഡയാന രാജകുമാരിയെ ഉയിരോടെ കൊണ്ടുവച്ച പോലെയാണ് ഈ പ്രതിമയുടെ രൂപം. റിവെഞ്ച് ഡ്രസ്സിലെ ഡയാനയെ കാണാൻ സന്ദർശകരുടെ തിരക്കാണ് മ്യൂസിയത്തിൽ. യൂറോപ്പിലെ ഏറ്റവും പഴക്കമുള്ള ഗ്രെവിൻ മ്യൂസിയത്തിൽ ചാൾസ് മൂന്നാമന്റെയും ക്വീൻ എലിസബത്തിന്റെയും ഒക്കെ മെഴുകു പ്രതിമകൾ ഉണ്ടെങ്കിലും 1997 മരണമടഞ്ഞ ഡയാനയുടെ മെഴുകു പ്രതിമ ഉണ്ടായിരുന്നില്ല. ശ്രദ്ധേയമായൊരു സാന്നിധ്യമായിരുന്നു മ്യൂസിയത്തിൽ ഡയാന. അതിനാണിപ്പോൾ വിരാമമായിരിക്കുന്നത്. ഇന്ദ്രനീല കണ്ണുകളും സ്വർണ്ണമുടിയും സൗമ്യമായ ചിരിയുമായി മനുഷ്യരെ വേർതിരിവുകൾക്കപ്പുറം ചേർത്ത് നിർത്തുന്ന ചാൾസ് രാജകുടുംബത്തിലെ ആ കണ്ണി മുന്നിൽ വന്ന് നിൽക്കും പോലെയാണ് മെഴുകു പ്രതിമ. ചാൾസുമായുള്ള വിവാഹബന്ധം തകർന്നതിനെക്കുറിച്ചുള്ള മാധ്യമ കോലാഹലങ്ങൾക്കിടയിൽ 1994 ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ ഡയാന എത്തിയ അതേ രൂപത്തിലാണ് ശില്പി ക്രിസ്റ്റീന സാംപോളിയൻ പ്രതിമ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു റിവെഞ്ച് ഡ്രസ്സായി അന്ന് തന്നെ ലോകം വിലയിരുത്തി. ഡയാനയുടെ കഥയിലെ ഒരു വഴിത്തിരിവായിരുന്നു ആ കറുത്ത വസ്ത്രം. പിന്നീട് ചുരുങ്ങിയ ജീവിത കാലയളവിൽ തന്നെ ലോക പ്രശസ്തി നേടിയ ഡയാന എന്നും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. ആശാരണർക്കായി പ്രവർത്തിച്ചു. പിന്നീട് അവർ ലോകം മുഴുവനും അറിയപ്പെട്ടത് സാമൂഹിക സേവനങ്ങളുടെ പേരിലായിരുന്നു. അനാഥരായ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനും എയ്ഡ്സ് രോഗികളുടെ പുനരധിവാസവും മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും അർബുദ രോഗികൾക്കുമായി അവർ സമയം ചെലവഴിച്ചു, സഹായങ്ങൾ നൽകി, സംരക്ഷിച്ചു. വളരെ ചെറുപ്പത്തിൽ അവിചാരിതമായിരുന്നു ഡയാനയുടെ വിയോഗം. 1997 ഓഗസ്റ്റ് 31 36 വയസ്സിൽ പൊലിഞ്ഞു തീർന്ന ജീവിതം. നീണ്ട കാലത്തിന് ശേഷം മ്യൂസിയത്തിൽ ഡയാനയുടെ രൂപവും സ്ഥാനം പിടിച്ചെങ്കിലും മ്യൂസിയത്തിലെ ഏറ്റവും പുതിയ രാജകീയ അതിഥിയുടെ സ്ഥാനം അവരുടെ മുൻ ഭർത്താവിന്റെയും മുൻ ഭർത്തൃമാതാവിന്റെയും മെഴുകു രൂപങ്ങളിൽ നിന്ന് വളരെ അകലെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.